തന്നെ കഴിഞ്ഞ കുറേയേറെ നാളുകളായി കൃത്യമായി പറഞ്ഞാൽ നമുക്ക് 2014 മുതൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യ 5 വർഷങ്ങളിൽ അവർ ഈ രാജ്യത്ത് പിന്നീട് അധികാരത്തിൽ തുടരുന്നതിനാവശ്യമായ നയപരിപാടികളും ഇടപെടലുകളുമാണ് ഭരണത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയത്. അവരുടെ കയ്യിലേക്ക് ഈ രാജ്യത്തിന്റെ മേധാവിത്വം എങ്ങനെ കൊണ്ടുവരാം എന്ന പരീക്ഷണമാണ് നടപ്പിലാക്കപ്പെട്ടത്. സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരു നിയന്ത്രണത്തിലേക്ക് നികുതി ഘടനയെ പരിഷ്കരിച്ചു എന്നുള്ളതാണ്. അപ്പൊ നോട്ടു നിരോധനവും നികുതി പരിഷ്കരണവും സത്യത്തിൽ ഈ രാജ്യത്ത് സാമ്പത്തിക മേധാവിത്വം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള BJP ഗവൺമെന്റിന്റെ ഒന്നാമത്തെ അജണ്ടയായി നമുക്ക് കാണാനാവണം. കാരണം ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്ന സാമ്പത്തിക പ്രതിസന്ധി പ്രത്യേകിച്ചും കേരളത്തിനകത്ത് നിൽക്കുമ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സമയാസമയമായി നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന അർഹമായ വിഹിതം പോലും നമുക്ക് ലഭിക്കുന്നില്ല എന്നതുകൂടിയാണ്. അപ്പൊ ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളെ, പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഭരണത്തെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ശ്രമം അവർ 2014 മുതൽ ആരംഭിച്ചു രാജ്യത്ത് എന്നതാണ്. 19 കുറെ കൂടി വർദ്ധിത വീര്യത്തോടെ അവർക്ക് അധികാരത്തിൽ തുടരാനായി കുറെ കൂടി സീറ്റുകൾ അവർക്ക് ലഭിച്ചു. അതിന്റെ ഭാഗമായി ആദ്യത്തെ 5 വർഷത്തെ മന്ത്രിസഭ എന്നതിൽ നിന്നും മാറി കുറച്ചുകൂടി തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ പ്രകടനം കേന്ദ്രത്തിൽ നമ്മൾ കണ്ടു. ആ കാലത്താണ് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് ആവർത്തിച്ചു പറയുന്ന, വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്ന, ഈ രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ നന്നായി കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഏറ്റെടുക്കപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുത്തത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും BJPയുടെ അനുബന്ധ ശക്തികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണ്ടാ സംഘങ്ങളെ പോലെ പ്രവർത്തിച്ചു. പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന അനുഭവം ഉണ്ടായി എന്നതാണ്. ന്യൂനപക്ഷവും ദളിത ജനവിഭാഗങ്ങളും ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന കാഴ്ചകൾ ഈ കഴിഞ്ഞ 2019 ശേഷമുള്ള 5 വർഷക്കാലം നാം കണ്ടു. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ വെച്ച് കണക്ക്, ആ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ 2021-22 കാലയളവിനെ അടിസ്ഥാനപ്പെടുത്തി വെച്ച കണക്കിൽ ഏതാണ്ട് 14 ലക്ഷത്തിലധികം പെൺകുട്ടികളും സ്ത്രീകളും നമ്മുടെ രാജ്യത്ത് അപ്രത്യക്ഷരായി എന്നതാണ് പറയുന്ന ഒരു വാദം. ഏതാണ്ട് 3-4 ലക്ഷത്തോളം, ഞാൻ പറയുന്നത് 2021-22 എന്ന ഒരു കാലയളവിനെ മാത്രമാണ്. ഏതാണ്ട് 2 മുതൽ 3-4 ലക്ഷം വരെ ദളിതർ ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്നതാണ് മറ്റൊരു കണക്ക്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കു നേരെ, പിന്നോക്കവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കു നേരെ ജാതിയും മതപരമായും മാറ്റി നിർത്തപ്പെടുന്ന പ്രവണതകൾ നമ്മുടെ രാജ്യത്ത് ശക്തപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് പിന്നീടുള്ള 5 വർഷക്കാലം നമ്മുടെ രാജ്യം സഞ്ചരിച്ചു. ഈ ഇടപെടലിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ സീറ്റുകൾ നേടി മൂന്നാമത് വീണ്ടും ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ കഴിയും എന്ന ആത്മവിശ്വാസം NDA BJP പ്രകടിപ്പിച്ചത്. നമ്മൾ ഓർക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേരെ തുടക്കം കുറിക്കുന്ന കാലത്ത് നരേന്ദ്രമോദി ഏറ്റവും കൃത്യമായി പറഞ്ഞത് അഴിമതിയില്ലാത്തൊരു സർക്കാരാണ് കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് എന്നതായിരുന്നു. അങ്ങനെ അഴിമതിയില്ലാത്ത ഒരു സർക്കാർ, ഏറ്റവും സുശക്തമായ ഒരു സർക്കാർ, ആ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾ 400-ലധികം സീറ്റ് ഞങ്ങൾക്ക് നൽകും എന്നതായിരുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. അങ്ങനെ മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞ്, അഴിമതിയില്ലാത്ത സർക്കാർ എന്ന് പറഞ്ഞ് പ്രചരണം ആരംഭിച്ച ഈ BJPയുടെ മുന്നണി പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ പിന്നീടുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ അവരുടെ നിലവിലുള്ള എല്ലാ അവകാശവാദങ്ങളും മാറ്റുകയും തീവ്രമായ വർഗീയതയിലേക്ക്, വെറുപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് അവർ കടന്നു വരികയും ചെയ്യുന്നത് നാം കണ്ടു. നമുക്കറിയാം, കേന്ദ്രത്തിൽ BJP 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഏറ്റവും ശക്തമായി ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാർ നിലപാട് സ്വീകരിക്കുന്നു, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉന്മൂലനം സാധ്യമാക്കുക എന്നതായിരുന്നു സർസംഘ ചാലക്കിന്റെ പ്രഖ്യാപനമായിരുന്നു RSSന്റെ. അപ്പോ
പ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി, വിനാശകരമായ രാഷ്ട്രീയത്തിനെതിരായി അസന്നിഗ്ധമായ നിലപാട് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലുണ്ട് എങ്കിൽ അത് നമ്മുടെ പാർട്ടിയാണ്, CPIM ആണോ ഇടതുപക്ഷമാണോ എന്ന് നാം കാണണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഈ 24-ൽ നടന്നപ്പോ തീർച്ചയായും നമ്മൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഇപ്പൊ വീണ്ടും പാർട്ടി കോൺഗ്രസിലേക്ക് പോവുകയാണ്. കണ്ണൂരിലാണ് കഴിഞ്ഞ തവണ പാർട്ടി കോൺഗ്രസ് ചേർന്നത്. ആ പാർട്ടി കോൺഗ്രസിൽ പാർട്ടി തീരുമാനിച്ചു, ഈ രാജ്യത്ത് ഈ നിലയിൽ BJP ഭരണം തുടർന്നാൽ അത് രാജ്യത്തിന്റെ നാളിതുവരെയുള്ള നാം നേടിയ നേട്ടങ്ങളെ എല്ലാം തകർക്കുന്നതായി മാറും. അല്ലേ? 1947 മുതലുള്ള 10-70 വർഷക്കാലത്തെ കാലയളവിൽ ഈ രാജ്യം ആർജിച്ചൊരു വളർച്ച, അതിന്റെ ഭാഗമായി ഈ രാജ്യം കാത്തു സൂക്ഷിച്ചൊരു പാരമ്പര്യമുണ്ട്. ആ മഹത്തായ പാരമ്പര്യത്തെ പൂർണ്ണമായും തകർക്കുന്ന ഒരു നിലയിലേക്കാണ് 2024-ൽ കൂടി അധികാരത്തിൽ വന്നാൽ BJP ചെയ്യുക എന്ന കൃത്യമായ നിരീക്ഷണം അതിന്റെ ഭാഗമായി പാർട്ടി നടത്തി. ആ നിരീക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു തീരുമാനം പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ടു. ആ തീരുമാനം രാജ്യത്ത് പരമാവധി BJP വിരുദ്ധ മുന്നണിയെ ശക്തിപ്പെടുത്താൻ സഹായകമായ നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുക, അതിന്റെ നേതൃത്വമായി പ്രവർത്തിക്കുക എന്നതായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്കായി. ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്ന മറ്റൊരു തീരുമാനം കൂടി അതിന്റെ ഭാഗമായി വന്നു. ഈ നിലയിലുള്ള തീരുമാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അതിനുശേഷം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് 22-ന് ശേഷമുള്ള കാലയളവിൽ നമ്മുടെ പാർട്ടി ഈ രാജ്യത്താകെ ഇടപെട്ടത്. നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ കാലത്ത് ഏറ്റവും ഈ 2022-ന് ശേഷം അതിന് മുൻപേയുമായി നിന്ന കാലത്ത് അതിശക്തമായ സമരങ്ങൾ BJPയുടെ തെറ്റായ നിലപാടുകൾക്കെതിരായി, കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരായി ഈ രാജ്യത്ത് ഉയർത്തെടുക്കപ്പെട്ടത് എന്നത്. ആ നിലയിലുള്ള വലിയ സമരങ്ങൾ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചാൽ കർഷക സമരം. ഇന്ന് കർഷക സമരം നടന്ന 5 സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ BJPക്ക് 35 സീറ്റ് നഷ്ടമായത് ഈ സമരങ്ങൾ നടന്ന പ്രദേശങ്ങളിലാണ് എന്ന് കാണാം. മഹാരാഷ്ട്രയിൽ നിന്ന് ആരംഭിച്ച ഏറ്റവും മികച്ച നിലയിലുള്ള സമരത്തിന്റെ ചാലക ശക്തിയായി, ആ സമരത്തിന്റെ ഇന്ധനമായി പ്രവർത്തിച്ചത് നമ്മളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തുടങ്ങി വെച്ച സമരം പിന്നീട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയും കർഷകരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കൂട്ടം ഉണ്ടാവുകയും അതൊരു വലിയ സമരമായി മാറുകയും അത് വലിയ തലവേദനയായി കേന്ദ്ര ഗവൺമെന്റിന് അധികാരികൾക്ക് മുൻപിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. ആ രാഷ്ട്രീയ പ്രശ്നത്തെ ഈ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നമുക്ക് കഴിയും. ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് നടന്നിട്ടുള്ള ഈ കാലയളവിലെ സമരങ്ങൾ, തൊഴിലില്ലായ്മയ്ക്കെതിരെ, വിലക്കയറ്റത്തിനെതിരെ നടന്നിട്ടുള്ള സമരങ്ങൾ, വ്യത്യസ്ത തൊഴിൽ വിഭാഗങ്ങളെ മുൻനിർത്തി നടത്തിയിട്ടുള്ള സമരങ്ങൾ, അപ്പൊ ഈ സമരങ്ങളെല്ലാം പൊതുവിൽ വലിയ നിലയിലുള്ള ചലനങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരു കാരണമായി തീർന്നു. അപ്പോ അതിന്റെ ഭാഗമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായി നമുക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള നിലപാടുകളും പ്രശ്നങ്ങളും ഈ രാജ്യം പൊതുവിൽ ഏറ്റെടുക്കപ്പെട്ടതിന്റെ കൂടിയൊരു അനുഭവം തന്നെയാണ് 18ാം ലോകസഭയിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അവരാഗ്രഹിച്ച രൂപത്തിലുള്ള വിജയം നേടിയെടുക്കാൻ BJPക്കും NDAക്കും കഴിയാതെ പോയതിന്റെ ഒരു കാരണം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. BJP വിരുദ്ധ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന ഇടപെടലിന്റെ ഭാഗമായാണ് ഇന്ത്യ ഒറ്റപ്പെട്ട നിലയിൽ നടന്നു നമ്മുടെ രാജ്യത്ത്. നമുക്ക് ആദ്യം മുൻകൈയെടുത്തത് BJP കോൺഗ്രസ് ഇതര സംസ്ഥാനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ടൊരു G9 മുന്നണിയായ എതിർത്തത് നമ്മുടെ പാർട്ടി. അങ്ങനെ BJPക്കെതിരായി ഒരു മുന്നണി നമ്മുടെ പാർട്ടി നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അത് ഒരു പൊതുബോധ്യമായി വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കോൺഗ്രസ് നിലപാടുകളിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ചില പ്രകടനങ്ങൾ നടന്നു. അതിൽ നിന്ന് വേർതിരിഞ്ഞുകൊണ്ട് ഒരു മത്സരം ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അതുപോലെ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ അല്പമെങ്കിലും പുറകോട്ട് പോയ ചില സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് കോൺഗ്രസ് നമ്മൾ കാണേണ്ടത് അവിടെ BJP ജയിച്ച 16 മണ്ഡലങ്ങളിൽ ഈ പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥികൾക്കുണ്ടായത് എന്നതാണ്. സത്യത്തിൽ BSP ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി BSP വന്നിരുന്നുവെങ്കിൽ 16 സീറ്റുകൾ ആയിരുന്നില്ല എന്ന് നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ പാർട്ടിയുടെ തെളിമയാണ് ഞാൻ ആദ്യമേ അത് സൂചിപ്പിച്ചു. ഇന്ത്യയുടെ ഭരണഘടനയെ ഒരുപക്ഷെ തിരുത്തി എഴുതാനുള്ള 24-ൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് അവർക്ക് കാരണമായി മാറിയില്ല. കുറഞ്ഞതിൽ നമുക്ക് വലിയ നിരാശയുണ്ട്. ഇവിടെ പറഞ്ഞു BJPക്കെതിരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുപോയി രാജ്യത്ത് നടത്തിയത് എന്ന് വലിയ അവകാശവാദം ഉന്നയിച്ച നരേന്ദ്ര ഈ രാജ്യം ചർച്ച ചെയ്തത് അപ്പോഴാണ്.
ഏറ്റവും വലിയ അഴിമതിയാണ് ഈ രാജ്യത്ത് BJP-യുടെ ഭരണകാലയളവിൽ ഉണ്ടായത് എന്ന് ത്രിപുരയിലുമാണ് അല്പമാത്രം നമുക്ക് നിശ്ചയിക്കപ്പെട്ട സീറ്റുകൾ കിട്ടിയിരുന്നത്. അവിടെ നമ്മൾ തുടർച്ചയായി പരാജയപ്പെടുകയാണ്. അങ്ങനെ പരാജയപ്പെടുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോൾ മുതലാണ് ബംഗാളിൽ നമ്മൾ പരാജയപ്പെടുന്നത്? ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് BJP അധികാരത്തിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള രാഷ്ട്രീയ ലൈനും UPA പുറത്തു നിന്ന് പിന്തുണക്കുക, BJP അധികാരത്തിൽ തുടരാതിരിക്കുക, ഇതായിരുന്നു നമ്മുടെ നിലപാടല്ലേ? അങ്ങനെ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് കോൺഗ്രസിന് മേധാവിത്വമുള്ള ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നപ്പോ നമുക്കറിയാം, കോൺഗ്രസ് തീർച്ചയായും ഈ പറയുന്ന വലതുപക്ഷ താല്പര്യങ്ങളെയാണ് സംരക്ഷിക്കുക, മുതലാളിമാർക്ക് അനുകൂലമായാണ് നിൽക്കുക, ഏറ്റവും വലിയ അഴിമതികളിലേക്ക് പോയി, ഈ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ആണവ കരാറിലേക്ക് അവർ പോയി. ആണവ കരാറിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെതിരെയുള്ള നിലപാടുകൾ ശക്തമായി പറഞ്ഞു. അതിന്റെ ഭാഗമായി പിന്തുണ പിൻവലിച്ചു. 2004 വന്നിട്ടുള്ള ഗവൺമെന്റിന് പിന്തുണ പിൻവലിക്കപ്പെട്ടപ്പോൾ പാർലമെന്റിനകത്ത് വിശ്വാസം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തി. വലിയ നിലയിലുള്ള പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇടപെടലുകൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് നടന്നത് നമ്മൾ അന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെ ഈ പാർട്ടിയെ തകർക്കുന്നതിന് നമുക്കറിയാം, ആണവ കരാർ ആരുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കയുമായി ബന്ധപ്പെട്ടതാണ്. ആണവ കരാറിനെതിരായി നമ്മുടെ രാജ്യം ഒരു നിലപാട് സ്വീകരിക്കും. ആ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായ ഒരു നിലപാടാണ്. ആ രാജ്യമാണെങ്കിൽ ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കടന്നാക്രമിക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. ആ രൂപത്തിൽ വളർന്നു വരുന്നവരാണ്. ലോകത്തിന്റെ ആധിപത്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ്. അവിടെ നിങ്ങോട്ടുള്ള നമ്മുടെ ശേഷിയെ, സ്വാധീനത്തെ തകർക്കാൻ അവർ എല്ലാവിധ സ്വാധീനവും സഹായവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടപെട്ടത് ബംഗാളിലാണ്. നമ്മൾ ബംഗാളിൽ വലിയ നിലയിൽ ആക്രമണങ്ങൾക്ക് വിധേയമായി. അവിടെ നമുക്ക് സ്വാധീനം കുറഞ്ഞു. ത്രിപുരയിൽ നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ളത് 2 സീറ്റാണെങ്കിലും നമ്മുടെ ഉറച്ച സീറ്റായിരുന്നു, അവിടെ കുറഞ്ഞു. അപ്പോ രാഷ്ട്രീയപരമായി നമ്മളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം എല്ലാ വിഭാഗങ്ങളെയും, ഈ പറയുന്ന താല്പര്യങ്ങളെ മുറുകെ പിടിക്കുന്ന എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ വെറുതെ അല്ല. അങ്ങനെ തോറ്റപ്പോൾ ഈ രാജ്യത്ത് നമുക്ക് പഴയതുപോലെ സീറ്റുകൾ വർദ്ധിച്ച നിലയിൽ നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്ന ഒരു നില ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെയും അല്പമെങ്കിലും സീറ്റുകൾ കിട്ടുന്ന ഒരു പ്രദേശമായി ഇപ്പോഴും നിൽക്കുന്നത് കേരളമാണ്. അപ്പൊ കേരളത്തിൽ പരമാവധി നമ്മുടെ സീറ്റുകൾ നഷ്ടപ്പെടുന്നതിന്, 21ന്റെ തുടർഭരണാനന്തരമുള്ള ഒരു കാലാവസ്ഥയെ തകർക്കുന്നതിന് വലിയ നിലയിലുള്ള കള്ളപ്രചരണങ്ങൾ അവർ തുടക്കം മുതൽ തന്നെ നടത്തി. അപ്പോ കഴിഞ്ഞ കാല ഭരണത്തിലുണ്ടായിരുന്ന സ്ഥിതിയെ പൊളിക്കുന്നതിന് 2024 തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി സംഘടിതമായി അവർ ഇടപെട്ടതിന്റെ ഭാഗമായി നമുക്ക് സീറ്റുകൾ കൂടുതൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അനുകൂലമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ, ആ ജനങ്ങൾ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, BJP-ക്കെതിരായി നിലപാടെടുക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, CPIM. ആ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി ഈ രാജ്യത്ത് ഏത് രൂപത്തിലാണ് അവർക്ക് കൂടുതൽ സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇടപെടുക എന്നൊരു സംശയം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ആ സംശയത്തെ നന്നായി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ UDF അനുകൂലമായി ആ വോട്ട് പോകുന്ന ഒരു സ്ഥിതി ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ടായി. പാർട്ടി ആക്രമിക്കപ്പെടുന്നു, അതിനുശേഷം നമ്മുടെ സർക്കാർ ആക്രമിക്കപ്പെടുന്നു. അതിനുശേഷം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായി എന്ന തലനാരിയുടെ കീറിയുള്ള പരിശോധന നടത്താൻ പാർട്ടി സന്നദ്ധമായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ തീരുമാനിച്ചു. അങ്ങനെ ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി നാളിതുവരെ എന്തുകൊണ്ടോ ഇന്ത്യയിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായി എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരാഗ്രഹിക്കുന്ന നിലയിലുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു ഭൂപ്രദേശമായി, എന്തുകൊണ്ട് ലോകത്തിന് മുൻപിൽ വിളക്കുമാടമാണ് എന്ന് ലോകബാങ്ക് പോലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രദേശമായി, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നേട്ടം കൈവരിച്ചൊരു സംസ്ഥാനമെന്ന ഖ്യാതി ഇപ്പോഴും മുറുകെ പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായി കേരളം മാറിയത് എന്നതിന്റെ കാര്യങ്ങളിൽ ജനങ്ങൾ മറന്നുപോവാത്ത വിധം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണമെന്ന് തീരുമാനിച്ചു. കാരണം പുതിയ കാലത്ത് നമുക്കെതിരായുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എല്ലാ സാങ്കേതിക വിദ്യകളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെക്കാൾ ശേഷിയും സ്വാധീനവും സാമ്പത്തികവുമായി എല്ലാ നിലയിലും അവർക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട്. നമുക്ക് അതിനെ മറികടക്കാനുള്ള എല്ലാ സാധ്യതകളും ഇല്ല, നമുക്ക് പരിമിതികളുണ്ട് എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ തുറന്നു വെച്ചിരിക്കുന്ന ടിവികൾ വഴി, വിവിധങ്ങളായ ചാനലുകൾ വഴി വന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷത്തിലുമുള്ള വാർത്തകളിൽ 99% നമുക്കെതിരായ വാർത്തകളാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ, ആ മൊബൈൽ ഫോണുകൾ വഴി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കള്ളപ്രചരണങ്ങളിലും 100% നമുക്കെതിരായതാണ്.
അപ്പൊ ഇതിനെ മറികടക്കാൻ കുറെ കൂടി ജാഗ്രതാപൂർണമായിട്ടുള്ള ഇടപെടൽ നടത്താൻ നമുക്ക് ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഇതാണ് അവസ്ഥ എന്ന് ജനങ്ങളോട് പറയുക എന്നതാണ്. ഇവിടെ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വിമർശനപരമായി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട് ഈ ഭരണത്തെ. എന്താണത്? ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി മാറിയില്ലേ, നിങ്ങൾ എന്തേ പെൻഷൻ തരാത്തത് എന്നത്. ഇത് പറയുന്നത് ആരായിരുന്നു? ഇത് പറയുന്നത് BJPയും ഇത് പറയുന്നത് കോൺഗ്രസുമാണ് എന്നതാണ് ഏറ്റവും കൗതുകകരം. അങ്ങനെ പറയുമ്പോ നമ്മുടെ ആളുകൾ മറന്നുപോവാണ്. കാരണം 7 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് 2 ഗഡു തന്നാലും ഞങ്ങൾക്ക് പിന്നെയും 4 മാസവും 5 മാസവും കുടിശ്ശികയായി അവിടെ നിൽക്കുന്നുവല്ലോ. ആ കുടിശ്ശിക തരാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ കയ്യിൽ മതിയായ സാമ്പത്തിക ഭദ്രതയില്ലാത്തതാണ്. ഇതറിയാം, പക്ഷെ ഇത് പറയാൻ നമ്മൾ ശ്രമിച്ചു. ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഈ സാമ്പത്തിക ഉപരോധത്തിനെതിരെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിലുള്ള സമരം നമ്മുടെ നാട്ടിനകത്ത് നടന്നില്ലേ? അതിൽ ചില ഡൽഹി മുഖ്യമന്ത്രി അതിന്റെ ഭാഗമായി പങ്കെടുത്തു. അതുപോലെ തന്നെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിന്റെ ഭാഗമായി അതിനെ പിന്തുണക്കുന്ന നിലപാട് സ്വീകരിച്ചു. പക്ഷേ രാജ്യത്താകമാനവും ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുമ്പോഴും ഈ നാട്ടിനകത്തുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ ആ ശ്രദ്ധ വേണ്ട വിധം കൊണ്ടുവരുന്നതിൽ നമുക്ക് പോരായ്മ സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം അത് വിശ്വസിച്ചിട്ടുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നൊരു പ്രധാനപ്പെട്ട വിമർശനം ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൽ വന്നിട്ടുള്ള വീഴ്ച നമുക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇല്ലേ? നമുക്ക് ഓർമ്മയുണ്ട്, ഒരു